എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് എല്ലാവരും ഓട്ടമാണ്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം രൂപപ്പെട്ടു വരുമ്പോൾ അവിടെ പേരൻസ് എല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിക്കുമ്പോൾ, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തീരുമാനിക്കുമ്പോൾ, വളരെ സ്ട്രക്ചേർഡും ഹൈലി ഡിസിപ്ലിൻഡുമായിട്ടൊക്കെയുള്ള ഒരു ഒരു സ്ട്രക്ചറിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ടൊക്കെ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നു. അവരെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു, അവർക്ക് സന്തോഷമില്ലാതെ പോകുന്നു, ആസ്വാദനമില്ലാതെ പോകുന്നു, അവരുടെ ഓർമ്മകളിലൊക്കെ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു അവസ്ഥയുണ്ടാകുന്നു. തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിൽ നാളെ എന്താണ് ആയിത്തീരുന്നതെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഈ വീഡിയോ കാണുന്ന ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യവും കൂടാണ്. സർ, കുഞ്ഞുങ്ങൾ ജീവിതം നന്നായി ആസ്വദിക്കണം എന്ന് പറയുന്നതിനെ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുകയും കൂടെ ചെയ്തു. തീർച്ചയായിട്ടും ഈ വീഡിയോ അതിനൊരു വിശദീകരണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ തന്നെ ഈ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, സാറേ, ഈ ജീവിതം കൂടുതൽ കുട്ടികൾ ആസ്വദിക്കണം, ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസുകൾ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കണം, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ജൈവമായി ചിന്തിക്കാൻ കഴിയുന്ന പലരും ഇന്നും സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ സന്തോഷമാണ്. ലൈഫ് എന്ന് പറയുന്നത് കൂടുതലൊരു എക്സ്പീരിയൻസാണ്. പലപ്പോഴും ജീവിതം എന്ന് പറയുന്നത് എന്തോ കോമ്പറ്റീഷനാണ്, ജീവിതം എന്ന് പറയുന്നത് എന്തോ ഓട്ട മത്സരമാണ് എന്നുള്ള രീതിയിൽ മനുഷ്യൻ ജീവിതത്തിൻ്റെ പുറകിൽ ഇങ്ങനെ പരക്കം പായുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഏറ്റവും ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമായ മനുഷ്യരുമാണ്. കാരണം അവർക്ക് വേണ്ടി സമയം കൊടുക്കാൻ ആർക്കും സമയമില്ലാതെ വരുന്നു. അതൊരു വലിയ ക്രൂരതയാണ് സമൂഹത്തിൽ. നമുക്ക് ഈ നല്ല പ്രൊഡക്റ്റീവ് ഏജിലുള്ള മനുഷ്യർ അവരുടെ മേളിലും താഴെയുമായിട്ടുള്ള ഈ പ്രായമുള്ളവരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെ കരുതാൻ തക്കവണ്ണം ഉള്ളൊരു പേസും സ്പേസും ലോകത്ത് നിലനിന്നെങ്കിൽ മാത്രമേ, ആ ഒരു ബാലൻസിങ് നിലനിന്നെങ്കിൽ മാത്രമേ ജീവിതം കുറേ കൂടെ ആസ്വാദ്യകരമാവുകയുള്ളൂ. കാരണം നമ്മളെയൊക്കെ വളർത്തിയ പേരൻസിന് വേണ്ടി ഒരല്പ സമയം കളയാൻ പോലും നമുക്കില്ല. പിന്നെ അവധിക്ക് പോലും കുഞ്ഞുങ്ങൾ ഗ്രാൻഡ് പേരൻസിനെ വന്നൊന്ന് കാണാൻ പോലും സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ കുട്ടി അബാക്കസ് പഠിക്കുന്നു, കുട്ടി പിന്നെ കോച്ചിങ്ങിന് പോകുന്നു, കുട്ടി ട്യൂഷന് പോകുന്നു. അതുകൊണ്ട് കുട്ടിയെ അവധിക്ക് പോലും വീട്ടിലോട്ട് വിടാൻ നിവർത്തിയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കുട്ടികൾക്ക് ജീവിതം കുട്ടികൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവിതം കൂടുതൽ ധന്യമായി നിൽക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ അവിടെയൊക്കെ ഇടപെടാൻ കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടണം. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കുട്ടികൾക്ക് ഇന്ന് കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആ പ്രൊഡക്റ്റീവ് ഏജിലുള്ള മനുഷ്യരുടെ ഒരു ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ദോഷകരമായ ഒരുപാട് പ്രതിഫലനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള ഒരു എമ്പതിയോ കൺസേണോ ചിന്തയോ സോഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ലാത്ത ഒരു വലിയ വിഭാഗവും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ അപകടകരമായൊരു സൂചനയാണ്. കാരണം അവിടെയാണ് ജീവിതത്തിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് നേടിയെടുക്കുന്നതിൽ നമ്മൾ എന്തുവേണ്ടി ഒരു ബാലൻസിങ് കണ്ടെത്തണം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. കുട്ടികളുടെ ഓർമ്മകളിലേക്കാണ് നിക്ഷേപിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെറിയ പ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് ഓർക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപകരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് കാൽക്കുലസും ഇൻ്റഗ്രേഷനും ഒന്നും പഠിപ്പിച്ച അധ്യാപകരെയോ ആ ലെസൺസോ അല്ല നമ്മൾ ഓർക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർക്കുന്ന അധ്യാപകരാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ ലൈഫ് സെൻറ്റേർഡായിട്ട് ഇടപെട്ട അല്ലെങ്കിൽ അത്തരം മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചവരെയാണ്. ഇതുതന്നെയാണ് പേരൻസിൻ്റെ കാര്യത്തിൽ. ഇന്ന് പേരൻസിനെ ഒന്ന് ഓർക്കാനോ പേരൻസിലേക്ക് വരാനോ പേരൻസിനെ അവരുടെ പ്രായമുള്ള സമയത്ത് പോലും വന്ന് ആസ്വദിക്കാനോ ഒന്നും പലർക്കും താല്പര്യമില്ല. കാരണം അവരുടെ ജീവിതത്തിലൊന്നും അവശേഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിലെ ക്ലാസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നതിനെയൊക്കെ ഈ ചർച്ചുകളൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്തെല്ലാവരും ചെന്ന് കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ അവിടുന്ന് കുറേ പൈസ ഇങ്ങോട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ജനറേഷൻ മുമ്പൊക്കെ പോയ അല്ലെങ്കിൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടുന്ന് പോയവരുടെ ഒന്നും മക്കളോ കൊച്ചുമക്കളോ ഒന്നും ഇന്ന് ഇവിടുത്തെ ഒരു കാര്യങ്ങളുമായിട്ടും കണക്റ്റഡ് അല്ല. ഇവിടുത്തെ മതമോ ഇവിടുത്തെ ആചാരങ്ങളോ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളോ ഒന്നുമായിട്ട് അവർക്ക് യാതൊരു ബന്ധങ്ങളുമില്ല. കാരണം അവരുടെ ജീവിത എക്സ്പീരിയൻസുകളിൽ ഓർമ്മകളിൽ അത്തരം കാര്യങ്ങളില്ല. അവരുടെ പിതാക്കന്മാരൊക്കെ ഒരു പിന്നെ ഉത്സവം വരുമ്പോൾ അല്ലെങ്കിൽ ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വരുമ്പോഴൊക്കെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഓടി വന്നിരുന്നു. കാരണം എന്താ, അവരുടെ ഓർമ്മകളിലൊക്കെ അത്തരത്തിലുള്ള ഭയങ്കര സ്വാധീനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മകളിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം.
നിക്ഷേപിക്കാൻ കഴിയാതെ പോയാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ ഒരു വരണ്ട ജീവിതമായിരിക്കും ജീവിക്കുക. അതിന് യാതൊരു ജൈവതയോ ആസ്വാദനമോ ഒന്നും കാണത്തില്ല. നല്ല കഥകൾ, കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു, നമുക്ക് സമയം വേണം കഥകൾ പറയണമെങ്കിൽ. കഥ പറയാനുള്ള ടൈം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ടൈമാണ്. ഒരാൾ ആശ്വാസമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഈ കഥ പറഞ്ഞു കൊടുക്കുന്നതിന് തന്നെ ഒരു രീതിയുണ്ട്, അതിന് പ്രത്യേകമായ ഒരു താളവും തലവും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന ആൾക്കാരൊന്നും സ്കൂൾ ഓഫ് ഡ്രാമയിലൊന്നും പഠിച്ചവരൊന്നും ആയിരുന്നില്ല. പഴയ നമ്മുടെ അമ്മൂമ്മമാരായിരുന്നു. അവർക്ക് എത്ര ഭംഗിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല യാത്രകൾ വളരെ ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും ബന്ധു വീടുകളിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ ഒക്കെ യാത്ര ചെയ്യുന്ന, നാട്ടിലേക്ക് കാടുകളിലേക്ക് അങ്ങനെയൊന്നും യാത്രകളില്ല. എല്ലാവരും ലുലു മാളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ മാളുകളിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ജൈവതയും കുറച്ചുകൂടെ അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ല കൂട്ടായ്മകളുണ്ടാവുന്നില്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ ആസ്വദിക്കുന്നത് അവരുടെ വീട്ടിലൊക്കെ ധാരാളം ആൾക്കാർ വരുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ വരണമെങ്കിൽ നമ്മൾ ചില കൂട്ടായ്മകളൊക്കെ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കണം. അതുപോലെ നമ്മൾ പലയിടത്തും പോയി പല കൂട്ടായ്മകളിലും പങ്കുചേരണം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഒന്ന് ലൈഫിൻ്റെ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും കഴിയാതെ വരുമ്പോൾ ഇതിന് നഷ്ടം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നല്ല ബന്ധങ്ങളില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അമ്മാവൻ, വലിയച്ഛൻ, ചിറ്റപ്പൻ, കുഞ്ഞമ്മ, വല്യമ്മ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ ചുറ്റും ഉണ്ടായിരുന്നു. അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതുകൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ധാരാളം ബന്ധങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. അയൽ വീടുകളൊക്കെ അവർക്ക് എപ്പോൾ വേണേലും പോകാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ബന്ധങ്ങളൊക്കെ കുറയുമ്പോൾ അവിടെ ചോദ്യം ഇതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ബന്ധങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു പോയതിൻ്റെ കാരണങ്ങൾ എന്താണ്? അവിടെ മനുഷ്യൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് തന്നെയാണ് കാരണം. കാരണം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്നു. നമുക്ക് ആർക്ക് വേണ്ടി ഒന്നും ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പോലും സമയമില്ല, എങ്ങും പോകാൻ സമയമില്ല. സുഖമില്ലാതായാൽ പോലും നമ്മളൊരാളെ കാണാൻ പോകുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളും മറ്റുള്ളവരുടെയൊക്കെ വിജയങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും ഒക്കെ നമുക്കിവിടെ പങ്കാളിത്തം വഹിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അതും കൂടെയൊക്കെ നമ്മളങ്ങ് പണമായിട്ട് കൺവേർട്ട് ചെയ്യുക. മെറ്റീരിയലിസത്തിൻ്റെ ഒരു ഹൈറ്റാണ്. എല്ലാത്തിനെയും മണിയായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതൊക്കെ ഒരു വേസ്റ്റാണ്, അല്ലെ? ഇതൊന്നും വലിയ കാര്യങ്ങളില്ല. പക്ഷേ കുട്ടികളെ നമ്മൾ ഇത്തരത്തിലൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ അവരെ കടത്തിക്കൊണ്ടുപോകും. പണ്ടൊക്കെ വിദേശത്തുള്ള മലയാളികളൊക്കെ എല്ലാ വർഷവും നാട്ടിൽ വരാനായിട്ട്, അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും നാട്ടിൽ വരാനൊക്കെ ശ്രമിച്ചു, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഇന്ന് അതൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ എമൗണ്ടിനെ പറ്റിയുള്ള കാൽക്കുലേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ജോലി ദിവസങ്ങളുടെ കാൽക്കുലേഷൻ വരുമ്പോൾ, അതെല്ലാം ഡോളറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതെല്ലാം 80 കൊണ്ടും 100 കൊണ്ടും ഒക്കെ ഗുണിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ പോകുന്നു. വായനയൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ചിത്രകഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും അവരെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണാത്മകത അവരിൽ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. പക്ഷെ അത്തരത്തിലുള്ള സമയങ്ങളൊന്നും ഇന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആർക്കും സമയമില്ല. നല്ല സ്കൂളിംഗ് ഇല്ല, ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എന്താണ് ഇപ്പോഴത്തെ മോഡേൺ സ്കൂളിംഗ്? എല്ലാവരും സ്കൂൾ എന്ന് പറയുന്നത് കുറേ മെറ്റീരിയലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. അപ്പോൾ സ്കൂളിൻ്റെ എല്ലാ നല്ല തലങ്ങളും നഷ്ടപ്പെട്ടു. ഒരു സ്കൂളെന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി മാറേണ്ട സ്ഥലമാണ്. പക്ഷെ ഇപ്പം നടക്കുന്നതെല്ലാം എന്താണ്? ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാക്ടറി മോഡൽ സ്കൂളുകളാണ്. കുട്ടികളെ LKG അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിൽ ഫിനിഷ് ചെയ്ത് ഇറക്കുന്ന ഒരു പ്രത്യേകതരം ഫാക്ടറി പോലെ ഒരു പ്രോസസ് ലൈനിലൂടെ കുട്ടികളെ ഇങ്ങനെ കടത്തിവിടാണ്. അവിടെ ജീവനില്ല, ജൈവതയില്ല, സന്തോഷമില്ല, അനുഭവങ്ങളില്ല, ഒന്നും സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. കുറേ മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതെല്ലാ രാജ്യങ്ങളിലും അതാണ്. എൻ്റെ അടുത്ത് അമേരിക്കയിലുള്ള ഒരാൾ പറഞ്ഞത്, അമേരിക്കയിലൊക്കെ ഇന്ത്യൻ പേരൻസ് ഭയങ്കരമായിട്ട് കുട്ടികളെ പ്രഷർ ചെയ്യുന്നവരാണ്. അവരെല്ലാം അത്തരത്തിലുള്ള സ്കൂളിൽ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓൺലൈനിൽ അപാരമായ കോച്ചിങ് കൊടുത്ത് എല്ലാവരെയും ഡോക്ടറാക്കി അടങ്ങുള്ളൂ. ഒരുതരം പ്രാന്താണ് ഇതൊക്കെയൊന്ന് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും ഒരു മെക്കാനിക്കലാണ് കുഞ്ഞുങ്ങളുടെ ലൈഫ്. ഹൈലി സ്ട്രക്ചേർഡ്, ഹൈലി ഡിസിപ്ലിൻഡ്. ഇതൊക്കെ അത്തരം കുഞ്ഞുങ്ങളൊക്കെ എന്തോ ആയാലും അവസാനം ഒരു ക്ലാർക്കിൻ്റെ മനോഭാവത്തിലെ ആവുകൾ. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഹൈലി സ്ട്രക്ചേർഡായിട്ട് വളർത്തി ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് വരും. ഓവർ ഡിസിപ്ലിനോടൊക്കെ വളരുന്ന കുട്ടികൾ അവരെത്ര വലിയ പൊസിഷനിലെത്തിയാലും അവർ വേറൊരാളുടെ കമാൻഡും വേറൊരാളുടെ ലീഡർഷിപ്പിനും വേണ്ടി എപ്പോഴും കാത്തിരിക്കുക. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് കാണില്ല, അവർക്ക് അവരുടേതായ ഒരു പെർസെപ്ഷൻ കാണില്ല, അവരുടേതായ ഒരു തിങ്കിങ് ക്വാളിറ്റി കാണില്ല, അവരുടേതായ ഇമോഷണൽ ഇൻ്റലിജൻസ് കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിലൊരു ലീഡർഷിപ്പ് വളരെ പുവറായിരിക്കും. അവർ ഏത് പൊസിഷനിലെത്തിയാലും അവർ വളരെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു വസ്തു പോലെ ആയിത്തീരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ
ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതെല്ലാം ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നതാണ്, കൺസ്ട്രക്റ്റീവ് സ്കില്ലിനെ നശിപ്പിക്കുന്നതാണ്, ഒരു ക്രിട്ടിക്കൽ സ്കില്ലിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതിൽ നിന്നൊന്നും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റോ വലിയൊരു വ്യത്യാസമോ വലിയൊരു ഡിഫറൻസോ ഒന്നും ആർക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന തന്നെ ഒരു വലിയ ജീവിതാനുഭവമാണ്. അവരാരാണെന്ന് കണ്ടെത്തുക, അവരെ അവരിലേക്ക് തന്നെ നയിക്കുക, അവരാരാണെന്ന് പൂർണ്ണമായും തിരിച്ചറിയാൻ വേണ്ട സാഹചര്യങ്ങളിലൂടെയൊക്കെ അവരെ നയിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ചെന്ന് വളരെ മിടുക്കിയായ ഒരു കുട്ടി, അവൾ ഓട്ടോ താങ്ക്സ് ഒക്കെ പറയാനായിട്ട് എഴുന്നേറ്റ് വന്ന് വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഒരു 12ാം ക്ലാസ് കഴിഞ്ഞു 2 പ്രാവശ്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ കുട്ടിയാണ്. പക്ഷെ അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോഴും ഞാൻ ആരാണെന്നോ അല്ലെ എനിക്കെന്താണ് ഉള്ളതെന്നും മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് ഒരു ജീവിതത്തിൻ്റെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത്. കുട്ടികൾക്ക് അവരെ കണ്ടെത്താൻ നമ്മൾ അവരെ പരിപോഷിപ്പിക്കണം. അതിന് കുറച്ച് റിസ്ക്കൊക്കെ പേരൻസ് എടുക്കണം, കുറേ ടൈമൊക്കെ നമ്മൾ കളയേണ്ടതായിട്ട് വരും. മെറ്റീരിയലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം മെറ്റീരിയലായിട്ട് കണക്ക് കൂട്ടുമ്പോൾ എല്ലാ കുട്ടികളെയും കണ്ടെത്താൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കണ്ടെത്തിക്കുകയാണ്. എന്താണ്, മോൾക്ക് മെഡിസിനാണ്, മോന് എൻജിനീയറിംഗ് ആണ്, അല്ലെ സിവിൽ സർവീസ് ആണ്, CA ആണ്, MBA ആണ്, ഇങ്ങനെയൊക്കെയുള്ള ചില തീപ്പെട്ടിക്കൂടിനകത്തുള്ള ചില കാഴ്ചപ്പാടുകളിലേക്ക് നല്ല കാഴ്ചകൾ കൊടുക്കാതെ അവരെ ഇങ്ങനെ കൃത്യമായി കൊണ്ടെത്തിക്കുകയാണ് ചില മെറ്റീരിയൽ ഗെയിൻസിന് വേണ്ടി. എന്നിട്ട് പറയുന്നത് കുട്ടികൾക്ക് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടത്. അങ്ങനെയല്ല, നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കുക. അവരെ ആവിഷ്കരിച്ച് വരട്ടെ, അവർ കണ്ടെത്തി വരട്ടെ, അവരാരെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത്തരം കുട്ടികളിൽ സന്തോഷമുണ്ടായി. സന്തോഷമുള്ള കുട്ടികളാണ് ജീവിതത്തിൽ കൂടുതൽ കണക്ട് ചെയ്യുന്നതും ജീവിതത്തിൽ കൂടുതൽ മീനിങ് ഫുൾ ആകുന്നതും ജീവിതത്തിൽ കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുന്നു. അവർക്ക് ചുറ്റുമുള്ളവരെ അവർ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കും. അവരുടെ ലോകത്ത് ഒരുപാട് സന്തോഷം അവർ ക്രിയേറ്റ് ചെയ്യും. ഈ സന്തോഷമാണ് ഇന്ന് കുട്ടികളിൽ ഇല്ലാതെ പോകുന്നത്. ഈ ദാരിദ്ര്യം പിടിച്ച മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ, മെക്കാനിക്കൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളിലൊന്നും ഒരു ജീവൻ്റെ അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ മാനുഷിക മൂല്യങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പലപ്പോഴും അവസാനം ഉണ്ടാവുന്നില്ല. കാരണം അവനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പല കുട്ടികളും ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അവനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്താ കാര്യം? സന്തോഷമില്ല. ആകെയുള്ള ഒരു അവസ്ഥ ഒരു അരക്ഷിതാവസ്ഥയാണ്, ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അങ്ങനെയുള്ളവർ അവനെ മാത്രമേ കാണുള്ളൂ. കാരണം അവന് പുറത്തുള്ള ഒന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ള മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ അയൽക്കാരനും കൂടെ ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥ എന്നുള്ളത്. അത്തരം ഒരവസ്ഥയിലേക്ക് അവർക്ക് ഉയരാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും ഞാനും എൻ്റെ കുഴിമന്തിയും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പല കുഞ്ഞുങ്ങളുടെയും ജീവിതം പോവുകയാണ്. ഇതിവിടെ മാത്രമല്ല, എല്ലാ രാജ്യത്തും പോയ മലയാളി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ളൊരു സ്വാർത്ഥത കുഞ്ഞുങ്ങളിൽ വരുന്നതിൻ്റെ ഒരു കാരണം. അതുപോലെ എമ്പതിയില്ല, പല കുഞ്ഞുങ്ങളിലും എമ്പതിയില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ എമ്പതി ഇല്ലാത്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളെയും അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളെയും അവരുടെ കൊച്ചു കൊച്ചു വേദനകളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിനോട് നമ്മൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ, റെസ്പോൺസിബിളായി റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വളർന്നു വരുമ്പോൾ നമ്മളോടും അവർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യും. അതാണ് എമ്പതി കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ജീവിതം ആസ്വദിക്കുന്ന കുഞ്ഞുങ്ങൾ. ജീവിതം ആസ്വദിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കുക. അതൊക്കെ ഒരു പേരൻറ്റിൻ്റെ ലീഡർഷിപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള പേരൻസ് കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള ഫ്രീഡം കൊടുക്കുക. കാരണം അവർ ഇൻസെക്യൂർഡ് അല്ല, അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, ഹോപ്പ്ഫുള്ളാണ്. അപ്പോൾ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്പേസ് കൊടുക്കാം, ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം. ആ ധൈര്യം പേരൻസ് കാണിക്കുമ്പോഴാണ് പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടുന്നത്, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അവരിലൂടെയാണ് ലോകത്തിന് വലിയ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ ലഭിക്കുന്നത്. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റിയെ വളർത്തിക്കൊണ്ടുവരാൻ എന്നെ എല്ലാവരും സഹായിക്കുക. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.